എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് പോവാണ്. ആ രേവതിയുടെ വീട്ടിലേക്ക് ദീപാവലി ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കാറ് കയറി കഴിഞ്ഞപ്പോ രേവതി ചിരിക്കുകയാണ്. രേവതി ചിരി കണ്ടപ്പോ സച്ചിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. അല്ല, നീ എന്താ ചിരിക്കണം നിൽക്കും? ഒന്നുമില്ല, എന്നെ കളിയാക്കി ചിരിക്കുന്നവന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ചിരിക്കാലോ, പക്ഷേങ്കില് എന്റെ ഉള്ളു കിടന്ന് പെടയുവാ. ബാക്കിയുള്ളവരുടെ ഉള്ളു പെടയുന്നത് നിനക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് കഴിയുമ്പത്തേന് നിന്റെ ഈ ചിരി കാണുമ്പോ ഒരു കൊലച്ചിരി പോലെയാ തോന്നണേന്ന് പറയാം. ഇത് കേട്ട രേവതി പറഞ്ഞു, ഞാൻ അതൊന്നും ഓർത്തിട്ട് ചിരിച്ചല്ലെന്ന് പറയാം. പിന്നെന്താ, അല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവിടെ എന്താ നടന്നേ? പിന്നെ സച്ചേട്ടന് അയാൾ എന്റെ അടുത്ത് വന്നിട്ട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ്മാൻ അടുത്ത് വന്നിട്ട് ആ സാരിയൊക്കെ വെച്ചെന്ന് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് മനസ്സിലായെന്ന് പറയാം. പിന്നെ എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സച്ചേട്ടൻ കള്ളം പറയണ്ട. അതുകൊണ്ടല്ലേ സച്ചേട്ടൻ എന്റെ അടുത്തേക്ക് വന്നേ. എനിക്ക് സാരി സെലക്ട് ചെയ്ത് തന്നേന്ന് ചോദിക്കുക. അത് കേട്ടതും സച്ചി പറഞ്ഞു, ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതെ വരാവോ, ഒരു സമാധാനം വേണം മനുഷ്യന് എന്നൊക്കെ പറയണം. ഇനിയിപ്പം ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയണം. ഇനിയിപ്പം ഞാൻ മിണ്ടിയിട്ട് ഇനിയിപ്പം വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട് വരണ്ടാന്ന് പറയും. അങ്ങനെ മിണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ അവിടെ വണ്ടിക്ക് കുറേ വരുവാണ്. പിന്നീട് സച്ചി എന്താരാ പോലും ഇങ്ങനെ ഇട്ടേക്കുന്നിടത്ത് എടാ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം. ആ സമയത്ത് ആ ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് കുറച്ച് 3-4 ചെറുപ്പക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം സച്ചിയോട്. സച്ചി പെട്ടെന്ന് ഇറങ്ങി വന്നു. ഇതാ ഫൈനാൻഷ്യലുടെ കൊണ്ടുപോകാനുള്ളൂ. അമാര് വന്നിട്ട് അതെ കാർ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറയാ. ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, അതെന്ത് മര്യാദയാ കാർ കൊണ്ടുപോകാനായിട്ട്? ഞാനാണെങ്കിൽ ഒരു തവണത്തെ മാത്രം ഇനിയിപ്പോ മുടക്കിയിട്ടുള്ളൂ. അത് അടുത്ത ദിവസം വന്ന് ഞാൻ അങ്ങ് അടച്ചോളാന്ന് പറയണം. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഞാൻ എന്റെ ഭാര്യ വീട് വരെ പോവാന്ന് പറയണം. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. മുതലാളി ഞങ്ങളോട് പറഞ്ഞ കാറ് പിടിച്ചോണ്ട് എല്ലാരും പറഞ്ഞെന്ന് പറയാ. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, കാറ് വിട്ടു തരാൻ പറ്റത്തൊന്നുമില്ല. ദേ നിങ്ങൾ മുതലാളിയോട് എന്ന് പറഞ്ഞേരേ, കാറിന്റെ ഡ്യൂ ഞാൻ അടുത്ത ദിവസം തന്നെ കൊണ്ട് അടച്ചേക്കാം. ഒറ്റ തവണയല്ലേ ഉള്ളൂ. അതിന് ഈ കാറ് പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല. ഇത് കേട്ടത് അവര് പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഈ കാറ് കൊണ്ടുപോകുന്നു പറയണം. പിന്നെ രേവതിയോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണം. രേവതി അങ്ങോട്ട് ഇറങ്ങി. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്താൽ മതി. അവിടെ പോയി സച്ചിടം പറഞ്ഞു കൊടുത്തു. പക്ഷെ കാർ കൊണ്ടായിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ജോലി ഞങ്ങൾ ചെയ്യുമെന്ന് പറയണം. സച്ചി പറഞ്ഞു, അതിന് മാത്രം എന്താ പ്രശ്നം ഇരിക്കുന്നേ? കാറിന്റെ ഒരു പ്രാവശ്യത്തെ ഡ്യൂ കെട്ടാത്തതാണ് ഈ കാറ് പിടിച്ചോണ്ട് വന്നേ. അതൊന്നും അല്ല, വേറെ എന്തോ പ്രശ്നം മുതലാളിക്കുണ്ട് സച്ചിനോട്. അതുകൊണ്ടാ പറഞ്ഞേ, പോയി തീർക്കാൻ പറഞ്ഞേ എന്ന് പറയാണ്. എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഒന്ന് കീയും പിടിച്ച് അവന്മാരും കൂടെ പോവാണ്. സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ അവിടെ കിടന്നൊരു വഴക്കുണ്ടാക്കാണ്ട് കഴിയില്ല. കാരണം രേവതിയും കൂടെ കൂടെയുണ്ട്. പിന്നീട് രേവതിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. എല്ലാം നീ ഒറ്റയൊരുത്തി കാരണമെന്നുള്ള രീതിയിൽ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ രേവതിയുടെ വീട്ടിലേക്ക് വരിക. അപ്പൊ സച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. സച്ചി പറഞ്ഞു, ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അല്ല, നീ എന്നാ ആധാരം കൊണ്ട് അച്ഛൻ്റെ കൈ കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ കാറ് പോകത്തില്ലായിരുന്നു, സ്വന്തം കാറേ വരായിരുന്നു. അതുകൊണ്ട് ആ അച്ഛൻ അസുഖം വന്നു കഴിഞ്ഞപ്പോ ആ കാറ് വിൽക്കേണ്ടതായിട്ട് വന്നേ. ആ കാർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇയാളുടെ ഒന്നും കാര്യം പിടിച്ചിറക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതേ ഇപ്പൊ ഉള്ള വാടകക്കാരും കൂടെ പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ രേവതിയൊക്കെ താമസിക്കുന്ന വീടിന്റെ ഓണറും അവരുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിയെ കണ്ടു ചോദിച്ചു, വരുന്ന വഴിയാണ് നിൽക്കും. അതേന്ന് പറയാണ്. പിന്നീട് വെച്ച് ദീപാവലി ആയതുകൊണ്ടായിരിക്കും വന്നില്ലേ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദീപാവലി അല്ലേ, അതാ ചേച്ചി എന്ന് പറയണേ. അല്ല, കാർ എന്തിയെ? കാർ അങ്ങോട്ട് നീക്കി മാറ്റിയിട്ടേക്കോണെന്ന് ചോദിക്കണം. ഇങ്ങോട്ട് കയറ്റി ഇടായിരുന്നല്ലോ എന്ന് പറയണേ. അല്ല, അത് പിന്നെ കാറും കൊണ്ടല്ല വന്നേ, ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നേന്ന് പറയണേ. അതൊന്ന് പറ്റി കാറില്ലേന്ന് ചോദിക്കണം. കാറുണ്ടായിരുന്നു. പെട്ടെന്ന് സച്ചി അത് കാർ വിറ്റെന്ന് പറയാൻ വന്നപ്പോഴത്തേനും രേവതി ചാടിക്കറി പറഞ്ഞു, അത് പിന്നെ കാർ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കുക, അതിന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയണേ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറക്കോളെന്ന് പറയാം. അങ്ങനെയാണല്ലേ, എന്നാ ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോകാന്ന് പറയുമ്പോഴത്തേനും ലക്ഷ്മി അമ്മ ദേവു അങ്ങോട്ട് ഓടി വരുവാണ്. അങ്ങനെ അവരെ വിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം. പിന്നെ അകത്തേന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അമ്മയ്ക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ദേവുവിനും അവർക്കെല്ലാം ഉള്ള ഡ്രസ്സുകളൊക്കെ അങ്ങ് കൊടുക്കുവാണ്. അങ്ങനെ രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് അങ്ങോട്ട് വന്നു. ശരത്തിനോട് സച്ചി ചോദിച്ചു, അല്ല ശരത്തെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താട്ടാ? അല്ല, രേവതി സ്കൂളിൽ പോയ സമയത്തെ ഈ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കോച്ചിങ്ങിന്? എന്ത് കോച്ചിങ്ങിന്? അല്ല, ഈ അവധി സമയത്തൊക്കെ ഈ കോച്ചിങ്ങിനൊക്കെ വരില്ലേ, ഈ കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കോച്ചിങ്ങുകളൊക്കെ വരത്തില്ലേ, അപ്പൊ അങ്ങനെ കോഴ്സിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. സമ്മർ കോഴ്സിനെ കുറിച്ചാണോ പറയണേ? അങ്ങനെ. അതിന് ഏതെങ്കിലും കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും പോയിട്ടില്ലെന്ന് പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറയണം. പിന്നെ അവളിത് എങ്ങനെ പഠിച്ചു?
ഞാൻ ഓർത്തോണ്ട് ഇരുന്നേ അവളെ ഈ നുണ പറയിച്ചില്ലേ ഏതാണ്ട് കോഴ്സിൽ പോയിട്ടുണ്ട്, കോഴ്സിന് ചേർന്നിട്ടുണ്ടെന്നാ വിചാരിച്ചെന്ന് പറയാണ്. നുണ പറച്ചില്ലോ. എന്തൊക്കെ ബെടായ തട്ടിവിടുന്നേ. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവരോട് ചോദിച്ചു, ഓണർ ചോദിച്ചു കാർ എന്തിന്ന്. അവള് പറഞ്ഞെന്താണെന്നറിയോ, കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുവന്ന്. ഇത്രയും വലിയ നുണയൊക്കെ അവളെ കൊണ്ട് പറയാൻ സാധിക്കണമെങ്കിൽ അവൾ മിക്കവാറും അതിന്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവള് ജന്മനാ തന്നെ ഒരു നുണച്ചാന്ന് പറയണം. ഇത് കേട്ടോണ്ട് രേവതിയും കൂടെ രേവതി പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അതെ ഞാൻ അങ്ങനെയാ നുണ പറഞ്ഞത്. അപ്പം എന്തുകൊണ്ടാണെന്നറിയാവോ, അല്ലെങ്കിൽ പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളാവും. എന്തിനു വേണ്ടിയിട്ടാന്നൊക്കെ. ഇപ്പൊ നമ്മുടെ കാര്യം നമ്മൾ അറിഞ്ഞാൽ പോരെ, നാട്ടുകാരെ മൊത്തം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടെന്നും പറയണം. പിന്നെ നുണ പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ടോ, അത് പിന്നെ അത്യാവശ്യ സാഹചര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോർത്തൊരു കുഴപ്പമില്ലെന്ന് പറയണം. ആ സമയം ലക്ഷ്മിയൻ പറഞ്ഞു, ഇത് ശരത്തെ നീ പോയി ഒരു കാര്യം ചെയ്യുക, ചിക്കനും മീനും ഒക്കെ മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞ് ശരത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ലക്ഷ്മിയമ്മ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് രേവതി സച്ചിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാണ്. എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കാനാണോ വന്നേ? സച്ചേട്ടൻ അറിയാലോ ഞാൻ അവരോട് ആ കാറിന്റെ കാര്യം പറയാത്തതിന് മെയിൻ കാരണം എന്താന്ന്. വെറുതെ നമ്മളായിട്ട് പറഞ്ഞ് എന്തിനാ നാണം കിടന്നേ, അതിന്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയായിരുന്നേ. അതിന്റെ പേരിൽ സച്ചേട്ടൻ വെറുതെ എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, വീട്ടിൽ നിന്നാ പോരാനും ചോദിക്കും. ഇത് കേട്ട സച്ചു പറഞ്ഞു, വഴക്കുണ്ടാക്കിയത് ആരാ, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എനിക്കറിയാം സച്ചേട്ടന ഉള്ളിൽ ആ ചുരുക്കെതിരായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തൊട്ടതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറയണേ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ നമുക്ക് പോയേക്കാന്ന് പറയാ, തിരിച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടോ സച്ചു പറഞ്ഞു, എന്താണെങ്കിലും ആഘോഷിക്കാൻ വന്നല്ലേ, ആഘോഷിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാം. ഇനിയിപ്പോ അങ്ങോട്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛന് സങ്കടം, അച്ഛനെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ എന്താണല്ലോ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. പിന്നീട് സച്ചു പറഞ്ഞു, ഞാൻ പുറത്തു വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ, അതെങ്ങോട്ടാ പുറത്തു പോകുന്നേ, ഞാൻ എവിടെയല്ലോ ഒന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം രേവതി അകത്തേക്ക് വന്നു. അകത്ത് വന്നപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, സച്ചിക്ക് ഒരു മാറ്റം ഇല്ലല്ലേ മോളേന്ന് ചോദിക്കണം. അതെന്തമ്മ അങ്ങനെ ചോദിച്ചേ, ഞാനോടത്ത് സച്ചിക്ക് നല്ല മാനസാദനം ഉണ്ടായി കാണുമായിരിക്കുന്നു. അച്ഛനങ്ങനെ സംഭവിച്ചല്ല, ഇപ്പോഴും നിന്നോട് സച്ചിക്ക് ദേഷ്യമല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അമ്മേ എനിക്കറിയാം മോളെ, മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാരമില്ല, എല്ലാം ഒരു ദിവസം ശരിയാകും, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ചെയ്യുക, ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ചുകൊണ്ട് അവരങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ്. ആ സമയം സച്ചി നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അയാളുടെ വീണ്ടും മുന്നേറ്റേക്ക് കഴിയുമ്പോഴത്തേനും ഗുണ്ടകൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. ഇപ്പൊ അവർ ചെങ്ങോട്ട സച്ചിനെ എങ്ങോട്ടാ നിൽക്കുക, എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് പറയാം. ഇപ്പൊ പറ്റില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാണണമെന്ന് പറഞ്ഞാൽ കാണണം. നിന്റെ കാർ പിടിച്ചോണ്ട് വന്നെന്ന് പറയണം. നിന്റെ കാറോ, അതെങ്ങനെയാ സച്ചിൻ നിന്റെ കാറാന്ന്? അത് ഫിനാൻഷ്യയുടെ കാറല്ലേ, മുതലാളിയുടെ കാറല്ലേ നിൽക്കും. അതൊക്കെ തന്നെ, ഞാൻ പക്ഷെ വാടകയ്ക്ക് ഓടിക്കൊണ്ടിരിക്കില്ലായിരുന്നോ, പെട്ടെന്ന് ഒരു ദിവസം വന്ന് പിടിച്ചു പറിച്ചോണ്ട് വരേണ്ട കാര്യമല്ലോ ഉണ്ടായിരുന്നു ചോദിക്കുക. അതെ അത് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളോട് പറഞ്ഞ ജോലി ഞങ്ങള് ഭംഗിയായിട്ട് ചെയ്തെന്ന് പറയാണ്. നീ പോകാൻ നോക്കാൻ പറയണേ. ഇല്ല അയാളെ കാണാതെ പോകത്തില്ലെന്ന് പറയണം. അപ്പത്തിന് സച്ചിന് രണ്ടു മൂന്നും അമ്മമാര് കയറി പിടിച്ചു. സച്ചി അവരുടെ ആ കൈയൊക്കെ തട്ടി മാറ്റി കുതിരയോടി നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം അവന്മാര് പുറകെ ചെന്നു അവിടെ നിൽക്കെന്നും പറഞ്ഞോണ്ട്. പക്ഷെ സച്ചി നിൽക്കാനായിട്ട് കൂട്ടാക്കില്ല. സച്ചി അരച്ചു കയറി നേരെ ഫിനാൻഷ്യയുടെ മുറിയിലേക്ക് ചെന്നു. അതിനകത്തേക്ക് ഇന്നപ്പോ അയാൾ ചോദിച്ചു, സച്ചി നീ എന്തിനാ ഇപ്പൊ വന്നേന്ന് ചോദിക്കുക. കാരണം അയാളുടെ മുന്നേ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് പണമൊക്കെ കൊടുത്ത് ഡീൽ ചെയ്യുന്ന സമയത്താണ് സച്ചി പാഞ്ഞു പറിക്കാൻ കൂടി ചെല്ലുന്നത്. സച്ചി പറഞ്ഞു, ഞാനേ ചേട്ടനെ കാണാനൊന്നും വന്ന. അല്ല കാര്യം എന്താ ഇപ്പം? അല്ല ചേട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ, എന്തിനാ വണ്ടി പിടിച്ചെടുത്തേന്ന് ചോദിക്കോ. ഓ അതാണ് ആ കാര്യം. ദേ നീ ചെയ്ത പരിപാടിക്ക് ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ, ഞാൻ എന്ത് പരിപാടി ചെയ്യുന്ന? ഓ ചേട്ടനെ അന്ന് തല്ലാൻ വന്നോ? അത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്ന ചോദിക്കുവാണ്. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കാരണമുണ്ട്. എന്റെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കെന്നല്ല, ഏതൊരു മകന് കാരണം അച്ഛനെ സ്നേഹിക്കുന്ന ഏതൊരു മക്കൾക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാണ്. ഞാനായതുകൊണ്ട് അത്രയല്ലേ ചെയ്തുള്ളൂ. ശരിക്കും മറ്റാരെങ്കിലും ആണെങ്കിൽ ചേട്ടന്റെ കാരണം അടിച്ച് പൊട്ടിച്ചെന്ന് പറയാം. ഇതേ സച്ചി നീ കൂടുതൽ ഓവറായിട്ട് പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. എനിക്ക് എന്താണെങ്കിലും എന്റെ നിലനിൽപ്പ് നോക്കിയാൻ പറ്റുള്ളൂ. എന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ചാ നീ എന്റെ കാരണത്ത് അല്ലാണ്ട് തുടങ്ങിയത്. അപ്പൊ പിന്നെ ഞാൻ നിനക്ക് ഇനി എന്റെ വണ്ടിയും കൂടെ തരണമല്ലേ? ഒരു കാരണവശാലില്ല, കാരണം നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് ഓടാനായിട്ട്. അത് ഞാനിപ്പം അതിന് കൃത്യമായിട്ട് പണമൊക്കെ തന്നോണ്ടിരിക്കുന്നതല്ലേ, അതിന് വാടക ഓടുന്നതിന് ഒരു കൂലി തരുന്നില്ലേന്ന് ചോദിക്കുക. കൂലി അതല്ലേ എനിക്ക് പ്രശ്നം, എനിക്ക് മാനക്കേട ഉണ്ടായിരുന്നു നീ കാരണം. അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ തരാൻ വണ്ടിയില്ല, പോയിക്കോളാൻ പറയാം. സച്ചി പറഞ്ഞു, അതങ്ങനെ ശരിയാവും, ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറയണ. ഓഹോ പോകത്തില്ലേ, അന്നാന്ന് നിന്നെ വിടാനുള്ള പരിപാടി എനിക്കറിയാന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇവിടെ കിടന്ന് നീ പ്രശ്നം ഉണ്ടാക്കണ്ട, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കിയോ, അതാ നിനക്ക് നല്ലത്. ഇനി പിന്നെ വണ്ടി കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുകയോ വേണ്ട. ഇത് കേട്ട സച്ചിൻ, ഓ അത്രയ്ക്ക് വലിയ നിനക്ക് അഹങ്കാരമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, അതും പൂത്തു വെച്ചോണ്ട് ഇവിടെ ഇരുന്നു. സച്ചിക്ക് ഒരു തൊഴിലറിയാം, സച്ചി ആ ജോലി ചെയ്ത് എങ്ങനെയും ജീവിക്കും. ഇവിടെ മാത്രമല്ലല്ലോ കാറ്, ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിലും ചോദിച്ചാലും എനിക്ക് കാർ ഓടിക്കാനായിട്ട് കിട്ടും.
അത് ഞാൻ ഓടിച്ചോളാം, നിങ്ങളുടെ വണ്ടി അല്ലാതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ്. എന്ന് നമ്മൾ സച്ചി വെല്ലുവിളിക്കണം അയാളെ. എന്നാൽ താൻ പോയി കാണിക്കണോ എന്നൊക്കെ പറഞ്ഞ് അയാൾ സച്ചിയോട് ദേഷ്യപ്പെടുവാണ്. സച്ചിയോട് ദേ ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ പോവും, അറിയാലോ. ഇന്ന് ചിലപ്പോൾ ഉണ്ടാക്കി ചിലപ്പോൾ നാളെ എൻ്റെ ഇരട്ടി പോയെന്നിരിക്കും. പക്ഷേങ്കിൽ ഒരു ജീവൻ പോയിട്ടാണെങ്കിൽ അത് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഞാൻ അന്ന് വന്ന് പൈസ ചോദിച്ചേ. അതൊക്കെ നിങ്ങൾ മറന്നുപോയി, പക്ഷെ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ അയാളോട് പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വെറുതെ കിടന്ന് ചിലക്കാതെ പോ സച്ചി. സച്ചി പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് വന്ന് ചോദിച്ചേ, നിങ്ങളായിട്ട് കുറെ കാലത്തെ ഡീലിങ്സ് ഉള്ളതുകൊണ്ടാ, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെന്ന് കരുതിയിട്ടാ. എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന്. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ കാണിച്ചാൽ നമ്മൾ സച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോണ് ദേഷ്യപ്പെട്ട്. താഴേക്ക് ഇറങ്ങിത്തപ്പത്തേനും കുറച്ച് ഗുണ്ടാവന്മാരോട് ഇപ്പുണ്ടായിരുന്നു. സച്ചിയോട്, നിന്നോട് ഞങ്ങൾ അപ്പറേ പറഞ്ഞല്ലേ വെറുതെ പോയി നാണം കണ്ടാന്ന്. ഇതല്ലെങ്കിൽ വേറെ പണി എനിക്ക് കിട്ടും, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ശ്രുതി വീട്ടിലിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിമലയാ വിളിക്കുന്നത്. പെട്ടെന്ന് ശ്രുതി ഓടിപ്പോയി കഥ കുറ്റിയിടുവാണ്. ഈ അമ്മ എന്തിനാ പോലും ഈ സമയത്ത് വിളിക്കുന്ന ഓർത്തുണ്ട്. എന്താ കാര്യം, അമ്മ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചെന്ന് ചോദിക്കാം. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അമ്മയുടെ തീരുമാനം എന്ന് ചോദിക്കും. നീ എന്താ മോളോ അങ്ങനെ പറഞ്ഞേ? അല്ലാതെ പിന്നെ അമ്മേ ഈ സമയത്ത് വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? ഇവിടെ അങ്ങനെ ഇപ്പൊ ശ്രുതി ഉണ്ടായിരുന്നെങ്കിലോ? ഞാൻ എന്താ പറയണേ? എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുമോ? എന്റെ കള്ളത്തരം മൊത്തം പിടികൂടില്ലെന്ന് ചോദിക്കണം. അത് പിന്നെ മോളെ, ഞാൻ ദീപാവലി അല്ലേ, അത് നാളെ അല്ലേ ദീപാവലി, നാളെ പിന്നെ മോള് തിരക്കാണെങ്കിലും മോളെ വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചതെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെയുള്ള വിളികളൊന്നും വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറയണം. പിന്നീട് ചോദിച്ചു, ആദ്യം എന്ത് ചെയ്യുന്ന ചോദിക്കാം. അവനിവിടെ ഉണ്ടെന്ന് അവൻ്റെ ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ ആതിരയെ ഫോൺ കൊടുത്തു. ആന്റി എന്നാ വരണേന്ന് ചോദിക്കും. ആന്റി ഉടനെ വരാം. അല്ല എന്താടാ മോനെ, പുതിയ ഉടുപ്പൊക്കെ എടുത്തോന്ന് ചോദിക്കും ദീപാവലിക്ക്. എടുത്തില്ല, വലിയ കടയിൽ പോയി എടുത്തു തരാന്നേ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പോയി ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ. അതെ, എനിക്ക് ഡ്രസ്സും വേണം, പിന്നെ കുറെ പടക്കമൊക്കെ മേടിക്കണം എന്ന് പറയാം. പടക്കോ നിനക്കാ? അന്ന് എനിക്ക് പൊട്ടാസാണെങ്കിലും മതി പൊട്ടിക്കാനെന്ന് പറയാം. അതെ, അതൊക്കെ അപകടം, സൂക്ഷിക്കണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ നോക്കിക്കോളാന്ന് പറയാണ്. അല്ല ആന്റി വരുമ്പോൾ മോനെന്താ മേടിച്ചോണ്ട് വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ആന്റി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ശ്രുതിക്കൊരു വിഷമമൊക്കെ. പിന്നീട് അമ്മയുടെ ഫോൺ കൊടുക്കാൻ പറയാം. അങ്ങനെ വിമലയുടെ ഫോൺ കൊടുത്തു. വിമല പറഞ്ഞു, അത് മോളെ, ഞാൻ ഒരു 10,000 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം, ആദ്യത്തെ ദീപാവലി അല്ലേ, നീ ഡ്രസ്സ് എടുത്തോളാൻ പറയാം. അതിനു വേണ്ടി അമ്മ എന്തിനാ എനിക്ക് പണം അയക്കുന്ന? അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. വേണ്ട ഇരുന്നോട്ടെ, വേണ്ട അമ്മയ്ക്ക് എവിടെ നീ പൈസ? അല്ല നീ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൈസ തരുമല്ലോ, ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എന്തിനാ പൈസ? നിനക്കാണെങ്കിൽ ഇപ്പൊ ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ എന്താന്ന് വെച്ച് ചെയ്തോളാൻ പറയണം. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അത് കുഴപ്പമില്ലമ്മേ, അമ്മയ്ക്ക് എപ്പോഴെന്താ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റുമല്ലോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, നീ വാങ്ങിച്ചോളാൻ പറയണ. പിന്നെ അമ്മേ ഇനി ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കില്ല, അറിയാലോ, വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് വിമല ഫോൺ കട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.